വന്നുദിച്ചൊരു കനകതാരം യൂദയായിൽ കതിരുവീശിയ പരമദീപം ിയവൻ കടലിന്റെ മീതെ നടന്നു പോയവൻ ടഞ്ഞ മാനവർക്കു ജീവനേകി മനമിടിഞ്ഞ രോഗികൾക്കു സൗഖ്യമേകി എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു നാഗലോക നാഥനീശോ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വാത്സല്യം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഈശോയുടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മെ മാറോട് ചേർക്കുവാനാകുന്നതിനായ ഈശോയുടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈശോയെ കുമ്പിട്ടതിന് ശേഷം സ്വസ്ഥാനങ്ങളിലിരിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അരികിലേക്ക് കടന്നു വരുവെന്ന് അരുളി ചെയ്ത ഈശോ ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ നമ്മെ സ്നേഹത്തോടെ വിളിക്കുകയാണ്. വർഷങ്ങളോളം മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത ഇസ്രായേൽ ജനത്തിനു വേണ്ടി സ്വർഗത്തിൽ നിന്ന് മന്നയായി പെയ്തിറങ്ങിയവൻ ഇന്ന് ഈ അരുളിക്കായിൽ നമ്മോട് കൂടെയുണ്ട്. പാറ പിളർന്ന് ജലം നൽകിയതിൻ്റെ അടയാളം പോലെ ഇതാ ഈശോയുടെ കുരിശുമരണം കഴിഞ്ഞ് അവിടുത്തെ ഹൃദയം കുന്തത്താൽ കുത്തി തുറക്കപ്പെടുമ്പോൾ രക്തവും വെള്ളവും ഒഴുകി. രക്തം നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനും ജലം നമുക്ക് പരിശുദ്ധാത്മ അഭിഷേകം തരുന്നതിനും ഈശോ ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ ലോകം മുഴുവൻ പങ്കെടുക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളോടൊപ്പം തിരുസഭയിൽ ഞങ്ങളുമായിരിക്കുന്നു. മാലാഖമാരെല്ലാവരും കുമ്പിട്ട് കിടക്കുന്ന പരിശുദ്ധ കന്യകാമറിയം മുട്ടിന്മേൽ നിന്ന് ആരാധിക്കുന്ന സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ മുട്ടുകളും മടങ്ങുന്ന അങ്ങയുടെ നാമത്തിന്റെ മുൻപിൽ
ഞങ്ങളും മുട്ടുകൾ മടക്കുന്നു കർത്താവേ. അവിടുത്തെ നാമമാണല്ലോ ഏറ്റവും വലിയ നാമം. സ്വർഗത്തിലെ പിതാവ് ഞങ്ങൾക്ക് തന്ന ഏറ്റവും മനോഹരമായ നാമമാണല്ലോ യേശുവിന്റെ നാമം. ആ നാമത്തിന് മുൻപിൽ മടങ്ങാത്ത മുട്ടുകൾ ഒന്നുമില്ല. ക്യാൻസറിന്റെ മുട്ടുകൾ മടങ്ങും, കടബാധിതരുടെ മുട്ടുകൾ മടങ്ങും, സകല തകർച്ചയുടെയും മുട്ടുകൾ മടങ്ങുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗം മുഴുവൻ ഉറ്റുനോക്കുന്ന ഈ ആരാധനയിൽ ഗബ്രിയേലിനോടും മിഖായേലിനോടും റാഫേലിനോടൊപ്പം എല്ലാ ദൂതഗണങ്ങളോടൊപ്പം രണ്ട് കരവും ഉയർത്തി നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മക്കളും പൊന്നീശോയ്ക്ക്, നമുക്ക് വേണ്ടി സ്വർഗം വിട്ട് ഇറങ്ങി വന്ന ഈശോയ്ക്ക് ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു ദൈവമേ. ഓ നല്ല ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പരിശുദ്ധനായ നല്ല ദൈവമേ, സ്നേഹിക്കുവാൻ മാത്രമറിയാവുന്ന പൊന്നീശോയെ, ഗ്ലോറി, 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 ഗ്ലോറി. കർത്താവേ, അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്ന പൊന്ന് കർത്താവേ. അവിടുന്ന് സ്നേഹമാണ്, അവിടുന്ന് കാരുണ്യമാണ്, അവിടുന്ന് വാത്സല്യമാണ്, അവിടുന്ന് സ്നേഹത്തിന്റെ തലോടലാണ്. അഭിഷേകത്തിന്റെ രാത്രിയാക്കി ഇത് മാറ്റണമേ. അഭിഷേകം ഒഴുകുന്ന രാത്രിയായി മാറട്ടെ, വിടുതലിന്റെ രാത്രിയായി ഇത് മാറട്ടെ, വലിയ രോഗശാന്തികളുടെ രാത്രിയായി മാറട്ടെ, അസാധ്യങ്ങൾ സാധ്യമാകുന്ന രാത്രിയായി മാറട്ടെ, ചെങ്കടൽ രണ്ടായി പിളർന്ന് ദൈവജനം മുന്നോട്ട് പോകുന്ന രാത്രിയായി തീരട്ടെ, അഗ്നിയുടെ മധ്യത്തിലേക്ക് ജനഗണങ്ങൾ നിറഞ്ഞ കാറ്റ് വീശുന്ന രാത്രിയായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ചങ്ങലകൾ പൊട്ടുന്ന രാത്രിയായി തീരട്ടെ, ബന്ധനങ്ങൾ അടിയുന്ന രാത്രിയായി തീരട്ടെ, മൺകുടം ഉടയുന്ന രാത്രിയായി തീരട്ടെ. അപ്പോസ്തലന്മാരുടെ ആരാധന പോലെ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗം മുഴുവൻ പരിശുദ്ധൻ, 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 പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുമ്പോൾ ഓ ഞങ്ങൾ ഭൂമിയിലങ്ങി ആരാധിക്കുന്ന പിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യത്തിലും ആരാധിക്കാൻ വരൂ, സത്യദൈവ സുനുവിനെ നിത്യവും വാഴ്ത്തിടാം. ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ വരൂ, സത്യദൈവ സുനുവിനെ നിത്യവും വാഴ്ത്തിടാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രാജകീയ വംശമേവ രാജാധിരാജന നവ്യഗാനം ആലപിക്കാം ഭവ്യതയാർന്നുവാ. രാജകീയ വംശമേവ രാജാധിരാജന നവ്യഗാനം ആലപിക്കാം ഭവ്യതയാർന്നുവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മക്കളും ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. അധരമുയർത്തി, സ്വരമുയർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പാദം പ്രിയമോടെ കൈവണങ്ങാൻ വരൂ. പൗരോഹിത്യ വംശമേവാ പുണ്യനാമം വാഴ്ത്താൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വലിയ സ്നേഹത്തോടെ പാടാം ദൈവമക്കളെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മുഴുവൻ സ്നേഹവും കർത്താവിന് കൊടുത്തുകൊണ്ട് ആരാധനയ്ക്ക് യോഗ്യനായ അവൻ മാത്രമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് സ്വർഗത്തിലും ഭൂമിക്കും മധ്യത്തിൽ കുരിശിൽ തൂങ്ങപ്പെട്ട നാമത്തിന് മുൻപിൽ നമ്മുടെ ഹൃദയങ്ങളെ പൂർണ്ണമായി പകർന്നു കൊടുത്തുകൊണ്ട് ആരാധിക്കാം. ആത്മാവിൽ സത്യത്തിൽ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. രക്തത്താലേ വീണ്ടെടുത്ത രക്ഷകനേശുവിൻ രക്ഷയേകും പൂജ്യനാമം സർവരും വാഴ്ത്തുവിൻ. രക്തത്താലേ വീണ്ടെടുത്ത രക്ഷകനേശുവിൻ രക്ഷയേകും പൂജ്യനാമം സർവരും വാഴ്ത്തുവിൻ. ചേർന്ന് പാടാം ദൈവമക്കളെ. ഹല്ലേലൂയ 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 ഉയർത്തിച്ച് ഹല്ലേലൂയ വലിയ സ്നേഹത്തോടെ എല്ലാവരും ഹല്ലേലൂയ 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 മുഴുവൻ സ്നേഹത്തോടെ എല്ലാവരും ഹല്ലേലൂയ ഈശോയെ, പൊന്നേശുവേ, ആരാധന ഉയരുന്ന യേശുവേ, ആത്മാവിന് സത്യത്തിലും ആരാധിക്കുന്ന യേശുവേ, ഹൃദയങ്ങൾ പൂർണ്ണമായിട്ട് തരുന്ന യേശുവേ, ജീവിതം പൂർണ്ണമായിട്ട് തരുന്ന യേശുവേ, സങ്കടങ്ങൾ പൂർണ്ണമായിട്ട് തരുന്ന യേശുവേ, ദുഃഖങ്ങൾ പൂർണ്ണമായിട്ട് തരുന്ന യേശുവേ, വേദനകൾ പൂർണ്ണമായിട്ട് തരുന്ന യേശുവേ, പകർച്ചകൾ പൂർണ്ണമായിട്ട് തരുന്ന യേശുവേ, പാപങ്ങൾ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു തരുന്ന യേശുവേ, കണ്ണുനീര് പൂർണ്ണമായിട്ട് തരുന്ന യേശുവേ, എല്ലാ നൊമ്പരങ്ങളും തരുന്ന യേശുവേ, നൊമ്പരം മറന്ന് ആരാധിക്കുന്ന യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ എല്ലാവരും മക്കൾ എല്ലാവരും ഹല്ലേലൂയ യേശു ആരാധനയ്ക്കോ ദിവികാരുടെ നാഥന് മാലാഖമാരുടെ കൂടെ ചേർന്ന് സ്വർഗത്തിലെ വലിയ ആരാധനയോട് കൂടെ ചേർന്ന് ഓ glory. ഹല്ലേലൂയ 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 എല്ലാം നഷ്ടപ്പെട്ടു പോയ ജായിറോസിന് ഏകമകൾ മരിക്കാറായി കിടക്കുന്ന അന്തിശ്വാസം വലിക്കുന്നു. ഡോക്ടർമാരെല്ലാം ഉപേക്ഷിക്കപ്പെട്ട മകൾ, ഡോക്ടർമാരാൽ കൈവിടപ്പെട്ട മകൾ. ജായിറോസിന് മനസ്സിലായി തന്റെ മകളെ ഇനി കാണാൻ പറ്റില്ല, അവൾ മരിക്കും. ആരോ പറഞ്ഞു, ജായിറോസേ, താങ്കൾ കേട്ടിട്ടില്ലേ, നസറാന യേശു ഗലീല കടലിന്റെ തീരത്ത് പ്രസംഗിക്കുന്നു. അവൻ അന്ധന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു, ചെകിടന്മാർക്ക് കേൾവി കൊടുക്കുന്നു, മുടന്തന്മാർ നടക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു. ജായിറോസേ, നീ ചെന്നാൽ യേശു നിന്നെ തീർച്ചയായിട്ടും തള്ളിക്കളയില്ല കേട്ടോ. അവൻ അനേക കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് യേശുവിനെ അന്വേഷിച്ചു കണ്ടെത്തി. ജെറമിയാ പ്രവാചകന്റെ പുസ്തകം 29:13, നീ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിച്ചാൽ നീ എന്നെ കണ്ടെത്തും, നീ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ജായിറോസ് തന്റെ വേദനയുടെ നിമിഷങ്ങളിൽ പൂർണ്ണ ഹൃദയത്തോടെ
യേശുവിനെ അന്വേഷിച്ചു. കഷ്ടപ്പെട്ട് യാത്ര ചെയ്തവൻ അന്വേഷിച്ചു. ഈ ശാലോം നൈറ്റ് വിജിലിൽ എല്ലാ ഉത്തരവാദിത്തങ്ങളും മാറ്റിവെച്ച്, എല്ലാ ഉറക്കക്ഷീണങ്ങളും മാറ്റിവെച്ച്, തളർച്ചയും മാറ്റിവെച്ച് പൂർണ്ണ ഹൃദയത്തോടെ ടെലിവിഷൻ സ്ക്രീനിന്റെ മുമ്പിലും ഇപ്പോൾ വിശുദ്ധ കുർബാന മുമ്പിൽ ഇരുന്ന് ആരാധിക്കുന്ന പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട മകളെ, കർത്താവ് നിന്റെ ഹൃദയത്തെ കാണുന്നുണ്ട്. നീ പൂർണ്ണ ഹൃദയത്തോടെയാണ് ദൈവത്തെ തേടുന്നതെന്ന് ഈശോ അറിയുന്നുണ്ട്. നീ കണ്ടെത്തുമെന്നുള്ള വാഗ്ദാനം ഓർക്കാം. ഹെബ്രായ ലേഖനം 13 അവിടെ നിന്ന് പറയുന്നു, ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല, തള്ളിക്കളയുകയില്ല. ഞാൻ നിന്നെ അവഗണിക്കുകയില്ല, ഉപേക്ഷിക്കുകയില്ല, തള്ളിക്കളയുകയില്ല. ജായിറോസ് യേശുവിനെ അന്വേഷിച്ചു ചെന്നു, യേശുവിന്റെ കാലുകളിലേക്ക് വീണു. ഒരു സിനഗോഗ് അധികാരി മറ്റാരുടെയും കാലുകളിൽ വീഴുന്നവനല്ല. അവൻ യേശുവിന്റെ കാലുകളിൽ വീഴുന്നതിന്റെ അർത്ഥം അവൻ യേശുവിനെ ദൈവമായിട്ട് അംഗീകരിച്ച് ആരാധിച്ചു എന്നാണ്. യഹൂദർക്കറിയാം, ദൈവത്തെ മാത്രമേ കുമ്പിട്ട് ആരാധിക്കാമുള്ളൂ. അത് നന്നായിട്ട് അറിയാവുന്ന ജായിറോസ് യേശുവിന്റെ പാദത്തിങ്കൽ സകല ജനങ്ങൾ നോക്കി നിൽക്കെ കുമ്പിട്ട് ആരാധിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിൽ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, നിങ്ങൾ എന്നെ ആരാധിച്ച് മഹത്വപ്പെടുത്തണം, അപ്പോൾ ഞാൻ സ്വർഗം വിട്ടിറങ്ങി വരും, നിങ്ങളുടെ ഭക്ഷണവും പാനീയവും ഞാൻ ആശീർവദിക്കും, നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങളെ ഞാൻ നിർമ്മാർജ്ജനം ചെയ്യും, വന്ധ്യതയോ ഗർഭഛിദ്രമോ നാട്ടിൽ ഉണ്ടാവുകയില്ല, നിനക്ക് ഞാൻ ദീർഘായുസ് നൽകും, നിന്നെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ ദൈവം, ആരാധനയിൽ ഇറങ്ങി വരുമെന്ന് പറഞ്ഞ ദൈവം, ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെ മധുരങ്ങളിൽ സ്തുതികളുടെ കോട്ട കെട്ടി ഇറങ്ങി വരുന്ന നല്ലവനായ ദൈവം. ജായിറോസിന് അത് അറിയാമായിരുന്നു. അവനെ യേശുവിന്റെ കാലുകളിൽ ആരാധിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ രാത്രിയിൽ വിശുദ്ധ കുർബാന മുൻപിലിരുന്ന് ജായിറോസിനെ പോലെ നാഥന്റെ കാലുകളിൽ കെട്ടിപ്പിടിച്ച് ആരാധിക്കുകയാണ്. ആ കാലുകളിൽ ആണിയുടെ പാട് നമ്മൾ കാണുന്നുണ്ടോ? തോമാസ് ശ്ലീഹായുടെ ഹൃദയത്തെ പൊടിച്ചു കളഞ്ഞ ആണിപ്പാട് നമ്മൾ കാണുന്നുണ്ടോ? അവൻ വാവിട്ട് നിലവിളിക്കാൻ ഇടയായ തുളയ്ക്കപ്പെട്ട പാദങ്ങൾ കാണുന്നില്ലേ? അതിൽ നമുക്ക് ആത്മാവിൽ ഉമ്മ കൊടുക്കാം, ആ പാദങ്ങൾ നമുക്ക് കെട്ടിപ്പിടിക്കാം, യേശുവിനോട് പറയാം, യേശുവേ ഞാൻ അങ്ങേ ആരാധിക്കട്ടെ, ആണികളാൽ തുളയ്ക്കപ്പെട്ട കാലുകളിൽ ഞാനൊന്ന് ചുംബിക്കട്ടെ കർത്താവേ, ഞാൻ അവിടെ ഒരു മുത്തം തരട്ടെ കർത്താവേ, എനിക്ക് വേണ്ടി രക്തമൊഴുക്കിയ പാദങ്ങൾ, എനിക്ക് വേണ്ടി തുളയ്ക്കപ്പെട്ട പാദങ്ങൾ ഞാനൊന്ന് ചുംബിക്കട്ടെ കർത്താവേ, എന്റെ വേദനകളും ഭാരങ്ങളും എല്ലാം ഞാൻ ഇറക്കി വെക്കട്ടെ, എന്റെ കടബാധ്യതകൾ, എന്റെ രോഗങ്ങൾ, എന്റെ നൊമ്പരങ്ങൾ, എന്റെ ജീവിത പങ്കാളിയുടെ ക്യാൻസർ, കിഡ്നി രോഗങ്ങൾ, ലക്ഷങ്ങളുടെ കോടികളുടെ കടബാധ്യതകൾ, ജപ്തി നോട്ടീസുകൾ എല്ലാം ഞാൻ അവിടെ ഇറക്കി വെക്കട്ടെ കർത്താവേ. യേശുവേ, എന്റെ വേദനയുടെ നിമിഷങ്ങളിൽ നീ എന്നിലേക്ക് ആശ്വാസമായി കടന്നു വരണമേ. കണ്ണീർ തുടയ്ക്കാൻ, മാറോടു ചേർക്കാൻ നീ മാത്രമുള്ളൂ പിതാവേ. കണ്ണുനീരോടെ കണ്ണീർ തുടയ്ക്കാൻ, മാറോടു ചേർക്കാൻ നീ മാത്രമുള്ളൂ പിതാവേ. അവൻ ഇറങ്ങി വരട്ടെ. കണ്ണീർ തുടയ്ക്കാൻ, മാറോടു ചേർക്കാൻ പിതാവേ, യേശുവേ, പരിശുദ്ധാത്മാവേ, സത്യ ദൈവമേ, ഏക ദൈവമേ, കണ്ണീർ തുടയ്ക്കാൻ, മാറോടു ചേർക്കാൻ ആരാധന ഇറങ്ങി വരുന്നു. പൊന്നേശുവേ, പൊന്നു പരിശുദ്ധാത്മാവേ, ആരാധനയിൽ ഇറങ്ങി വന്നു കണ്ണീര് തുടയ്ക്കണമേ, നൊമ്പരം മാറ്റണമേ, രോഗികളെ സുഖപ്പെടുത്തണമേ, മാറാ രോഗങ്ങളെ എടുത്തു മാറ്റണമേ, ആരാധനയിൽ തളർവാദ രോഗികളെ എഴുന്നേൽപ്പിക്കണമേ, ക്യാൻസറുകളെ കരിക്കണമേ, മാരക രോഗങ്ങളെ സുഖപ്പെടുത്തി മാറ്റണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിന്റെ കാൽക്കൽ വീണ ജായിറോസിനെ ഈശോ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഈശോ ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടത്? അവൻ പറഞ്ഞു, യേശുവേ, എൻ്റെ മകൾ മരിക്കാറായി കിടക്കുന്നു, അങ്ങ് അവളെ സുഖപ്പെടുത്തണമേ. യേശു പറഞ്ഞു, ഞാൻ വന്ന് അവളെ സുഖപ്പെടുത്താം. ഇതാണ് യേശുവിന്റെ മറുപടി. എനിക്ക് വേദനിക്കുന്ന യേശുവേ, ഞാൻ തകർച്ചയിലാണ് യേശുവേ, ഞാൻ നൊമ്പരത്തിലാണ് യേശുവേ, എല്ലാം നഷ്ടപ്പെട്ട യേശുവേ എന്ന് പറയുമ്പോൾ, ഞാൻ വന്ന് വീണ്ടെടുത്ത് തരാമെന്ന് പറയുന്ന നാഥൻ, ഞാൻ വന്ന് സുഖപ്പെടുത്തി തരാമെന്ന് പറയുന്ന നാഥൻ, ഇപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് സാത്താൻ കൊണ്ടുവരുന്ന എല്ലാ സംശയങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ആട്ടിപ്പായിക്കുക. വലിയ വിശ്വാസത്തോടെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുക.
അത്ഭുതങ്ങളുടെ രാത്രിയാണിത്, അതിശയത്തിന്റെ രാത്രിയാണിത്, അഭിഷേകത്തിന്റെ രാത്രിയാണിത്, വിടുതലിന്റെ രാത്രിയാണിത്, ഉത്തരം ലഭിക്കുന്ന രാത്രിയാണിത്. ഞാൻ വന്ന് നിന്റെ മകളെ സുഖപ്പെടുത്താം. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ. എബ്രായ ലേഖനം പറയുന്നു, 2000 വർഷങ്ങൾക്ക് മുൻപ് ജായിറോസിന്റെ ഭവനത്തിലേക്ക് ഞാൻ വരാം, നിന്റെ മകളെ സുഖപ്പെടുത്താം എന്ന് പറഞ്ഞ യേശു ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ മകനോടും മകളോടും പറയുന്നു, നിന്റെ ഭവനത്തിലേക്ക് ഞാൻ വരാം. മദ്യപാനിയായി നടക്കുന്ന നിന്റെ മകനെ ഞാൻ വന്ന് വിടുവിക്കാം. തളർന്നു കിടക്കുന്ന നിന്റെ ഭാര്യയെ ഞാൻ എഴുന്നേൽപ്പിക്കാം. തകർന്നു പോയ നിന്റെ സാമ്പത്തിക മേഖലകളെ ഞാൻ പൊക്കിയെടുക്കാം. നഷ്ടപ്പെട്ട നിന്റെ ജോലി ഞാൻ തിരികെ തരാം. മക്കളില്ലാത്ത നിന്റെ ഉദരത്തിലേക്ക്, നിന്റെ ഗർഭപാത്രത്തിലേക്ക് എന്റെ പരിശുദ്ധാത്മ അഭിഷേകം ഞാൻ അയക്കാം. കുടുംബസമാധാനമില്ലാതെ ഉറക്കം നഷ്ടപ്പെട്ടു പോയ നിന്റെ കുടുംബത്തിൽ സമാധാനത്തിന്റെ പ്രാവിറങ്ങി വരാൻ ഞാൻ കടന്നു വരാം. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് നല്ലവനാണ്, അവിടുന്ന് കരുണയുള്ളവനാണ്, അവിടുന്ന് മനസ്സലിവുള്ളവനാണ് ദൈവം. പുറപ്പാട് പുസ്തകത്തിൽ മോശ ദൈവത്തിന്റെ മഹത്വം കാണുമ്പോൾ ദൈവം മോശയ്ക്ക് പുറകുഭാഗം കാണിച്ചു കൊടുത്തുകൊണ്ട് മഹത്വത്തോടെ കടന്നു പോകുമ്പോൾ ഒരു ശബ്ദം കേട്ടു, അവിടുന്ന് മനസ്സലിവും കരുണയുമുള്ളവൻ, ആയിരങ്ങളുടെ തെറ്റുകളും പാപങ്ങളും പൊറുക്കുന്നവൻ, മനസ്സലിയവൻ, കരുണയുള്ള നല്ല ദൈവം. ഈ ദൈവം നമ്മുടെ ഭവനത്തിലേക്ക് വരികയാണ്. പോകുന്ന വഴി വലിയൊരു ജനക്കൂട്ടം അവിടെ തിക്കിത്തിരക്കിക്കൊണ്ടിരുന്നു. ജായിറോസിന് മനസ്സിലായി സമയം പോവുകയാണ്, ആളുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു, എന്റെ മകൾ ശ്വാസം മുട്ടി പിടയുകയാണ്. അതാ യാത്രയെ തടസ്സപ്പെടുത്താനായി 12 വർഷമായി രക്തസ്രാവം ബാധിച്ച ഒരുവൾ ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ വന്ന് യേശുവിന്റെ വസ്ത്രത്തിൽ തൊടുന്നു. സമയം ഒത്തിരി പോകുന്നു. ജായിറോസിന് മനസ്സിൽ വെപ്രാളമായി, ദൈവമേ, എന്റെ മകൾ ശ്വാസം മുട്ടുകയാണല്ലോ. ഇതാ 12 വർഷമായി രക്തസ്രാവമുള്ളവൾക്ക് സൗഖ്യം കിട്ടുന്നു. ഈശോ അവളെ കൊണ്ട് സാക്ഷ്യവും പറയിക്കുന്നു. മണിക്കൂറുകൾ പോയി. പെട്ടെന്നൊരു മനുഷ്യൻ ഓടി വന്നിട്ട് പറഞ്ഞു, ജായിറോസേ, ഗുരുവിനെ ഇനി ബുദ്ധിമുട്ടിക്കണ്ട, നിന്റെ മകൾ മരിച്ചുപോയി കേട്ടോ. വലിയ വാർത്ത കേട്ട് തലയിൽ കൈവച്ചിരുന്നിട്ടും ജായിറോസ് ഒരിക്കൽ പോലും പെറുപിറുത്തില്ല. ജായിറോസ് ഒരിക്കൽ പോലും ചോദ്യം ചെയ്തില്ല. യേശുവേ, ഞാൻ നിന്റെ കാലിൽ വീണ് ആരാധിച്ചതല്ലേ, നീ എന്തുകൊണ്ട് ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് കളഞ്ഞു? നീ എന്തുകൊണ്ട് രക്തസ്രാവക്കാരി സ്ത്രീ അവൾ എന്റെ പുറകെ വന്നതല്ലേ, എന്നിട്ട് നീ അവൾക്ക് എന്തേ ആദ്യം സൗഖ്യം കൊടുത്തു? ദൈവത്തെ ചോദ്യം ചെയ്തില്ല, ദൈവത്തെ പെറുപിറുത്തില്ല, ഒന്നും അവന് പറയാനില്ലായിരുന്നു. അവൻ യേശുവിന്റെ മുഖത്തേക്ക് എളിമയോടെ നോക്കി. യേശു അത് കണ്ടു. പെറുപിറുക്കാത്ത ജായിറോസിനെ കണ്ടു. താമസിച്ചപ്പോൾ ഒരിക്കൽ പോലും ഹൃദയത്തിൽ അസ്വസ്ഥപ്പെടാതെ ശാന്തതയോടെ വിശ്വസിച്ച ജായിറോസിനെ യേശു കണ്ടു. തനിക്ക് പുറകെ വന്നവൾ അനുഗ്രഹവും പ്രാപിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരിക്കൽ പോലും മുഖം പാടാതെ നിന്ന് ജായിറോസിനെ യേശു ശ്രദ്ധിച്ചു. പ്രിയപ്പെട്ട മകനെ, മകളെ, നമുക്ക് പുറകെ വന്നവർ, നമുക്ക് പുറകെ ധ്യാനം കൂടിയവർ, നമുക്ക് പുറകെ പ്രാർത്ഥിച്ചവർ പെട്ടെന്ന് അനുഗ്രഹം കിട്ടി പോകുമ്പോൾ നമ്മുടെ മനസ്സ് തകർന്നു പോയിട്ടില്ലേ? നമ്മൾ തളർന്നു പോയിട്ടില്ലേ? കർത്താവേ, ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നു, എനിക്ക് പുറകെ പ്രാർത്ഥിച്ച ആളെ നീ സുഖപ്പെടുത്തിയില്ലേ? കർത്താവേ, നീ അയാൾക്ക് ജോലി കൊടുത്തില്ലേ? അവരെ വിടുവിച്ചില്ലേ? എന്നെ മാത്രം എന്തേ? നമ്മൾ പെറുപിറുത്തിട്ടില്ലേ? നമ്മൾ ചോദ്യം ചെയ്തിട്ടില്ലേ? പ്രിയപ്പെട്ടവരെ, നമുക്ക് മാപ്പ് ചോദിക്കാം. യേശുവേ, ജായിറോസിനെ പോലെ എന്നെയും മൗനമായിരിക്കാൻ, തിരമുഖത്ത് നോക്കി ആരാധിക്കാൻ പഠിപ്പിക്കണമേ. യേശു പറഞ്ഞു, ജായിറോസേ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. കുട്ടി മരിച്ചിട്ടില്ല, കുട്ടി ഉറങ്ങുകയാണ് എന്നുള്ള യേശുവിന്റെ വചനം പുറകെ വരുന്നുണ്ട്. യേശു പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുക. കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. ഈ ആരാധനയിൽ യേശു പറയുന്നു, നിന്റെ സാമ്പത്തിക മേഖലകൾ മരിച്ചു പോയി എന്ന് ലോകം മുഴുവൻ പറയുന്നു. എന്നാൽ ഞാൻ പറയുന്നു, നിന്റെ സാമ്പത്തിക മേഖല മരിച്ചിട്ടില്ല, അത് ഉറങ്ങുകയാണ്. നിന്റെ കുടുംബജീവിതം മരിച്ചുപോയി എന്ന് നാട്ടുകാർ മുഴുവൻ പറയുന്നു. എന്നാൽ യേശുവായ ഞാൻ പറയുന്നു, അത് മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. നിന്റെ ജോലി മേഖല മരിച്ചുപോയി എന്ന് ഓഫീസിൽ മുഴുവൻ ആൾക്കാരും പറയുന്നു. ഞാൻ പറയുന്നു, അത് ഉറങ്ങുകയാണ്. ഞാൻ അതിനെ ഉണർത്താൻ പോവുകയാണ്. ഞാൻ അതിനെ ഉണർത്താൻ പോവുകയാണ്. നമ്മുടെ തോട്ടത്തിൽ എല്ലാം മരിച്ചു കിടക്കുമ്പോഴും യേശു പറയുന്നു, ഞാൻ അതിനെ ഉണർത്താൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് പാടാം. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും, യേശു മാത്രം കർത്താവെന്ന്. അവന്റെ മുമ്പിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. നമുക്ക് ഒരുമിച്ച് പാടി ആരാധിക്കാം. എല്ലാ നാവും പാടിടും, സ്തോത്രം. എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് പാടാം ദൈവമക്കളെ, ഒരുമിച്ച്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാവരും, എല്ലാ നാവും പാടിടും, യേശു മാത്രം. സകല മുട്ടുകളും സകല പ്രശ്നങ്ങളും ഈ ആരാധനയിൽ അവസാനിക്കുക. യേശു വരുന്നു, രാജാവായി വരുന്നു, രാജരാജനായി അവൻ വരുന്നു. പ്രകാശത്തിൽ അവൻ വരും. 10,000 സൂര്യനേക്കാൾ പ്രകാശത്തോടെ കടന്നു വരുന്നു. ശക്തനായി അവൻ കടന്നു വരുന്നു. ദൂതന്മാരുടെ അകമ്പടിയോടെ വരുന്നു.
മരിച്ചിട്ടില്ല, കുട്ടി ഉറങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അവനെ പരിഹസിച്ചു. ആ സമയത്ത് ജായിറോസ് യേശുവിനെ പരിഹസിച്ചില്ല, ജായിറോസിന്റെ ഭാര്യ പരിഹസിച്ചില്ല, ജായിറോസിന്റെ കുടുംബത്തിലെ ആരും പരിഹസിച്ചില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കർത്താവിന്റെ പുറകെ പോകുമ്പോൾ നമ്മുടെ ലക്ഷങ്ങളുടെ കടബാധ്യത യേശു മാറ്റിത്തരുമെന്ന് പറയുമ്പോൾ നമ്മളെ പരിഹസിക്കാൻ ആളുകളുണ്ട്. എന്റെ മകൾക്ക് നല്ലൊരു ജീവിതം യേശു കൊടുക്കുമെന്ന് പറയുമ്പോൾ പരിഹസിക്കാൻ ആളുകളുണ്ട്. പ്രായമേറെയായി വിവാഹം നടക്കാത്ത മകൾക്ക് ഈശോ ഒരു വരനെ കൊണ്ടുവരുമെന്ന് നമ്മളെ വിശ്വാസത്തോടെ ഏറ്റുപറയുമ്പോൾ പരിഹസിക്കാൻ ആളുകളുണ്ട്. യേശുവിനെ പരിഹസിക്കാനും ആളുകളുണ്ടായിരുന്നു. യേശു പറഞ്ഞു, ഈ വിശ്വാസമില്ലാത്ത സകലരെയും ഭവനത്തിൽ നിന്ന് പുറത്താക്കുക. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും മാത്രം കൂട്ടിക്കൊണ്ട് യേശു അകത്തേക്ക് ചെന്നു. മരിച്ചു കിടക്കുന്ന ബാലികനടുത്തേക്ക് അവൻ ചെന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണവും ജീവനും തമ്മിൽ കണ്ടുമുട്ടുന്ന നിമിഷം, അന്ധകാരവും പ്രകാശവും തമ്മിൽ കൂട്ടിമുട്ടുന്ന നിമിഷം, മരണവും പുനരുത്ഥാനവും തമ്മിൽ നേർക്കുനേർ വരികയാണ്. മരണത്തിന് ജയിക്കാനാവില്ല, അത് കീഴടങ്ങിയേ പറ്റൂ. പുനരുത്ഥാനമായ യേശു മരണത്തെ തൊട്ടു. തലീഥാ കൂമി, ബാലികേ എഴുന്നേറ്റാലും. ബാലിക കണ്ണു തുറന്നു, അവൾ ജീവനിലേക്ക് കടന്നു വന്നു. മരിച്ചു കിടക്കുന്ന നമ്മുടെ സാമ്പത്തിക മേഖലയെ യേശു പറയുന്നു, എഴുന്നേൽക്കുക, എഴുന്നേറ്റ് വരിക. മരിച്ചു കിടക്കുന്ന ആരോഗ്യത്തോട് പറയുന്നു, ക്യാൻസർ മാറിപ്പോ, രോഗി എഴുന്നേറ്റ് വരട്ടെ. തളർവാദം മാറിപ്പോ, രോഗി എഴുന്നേറ്റ് വരട്ടെ. വഴക്കുമൂലം തകർന്ന് തരിപ്പണമായി പോയ നമ്മുടെ കുടുംബജീവിതം യേശു പറയുന്നു, എഴുന്നേറ്റ് വരിക സമാധാനത്തിലേക്ക്. സമാധാനം ഉണ്ടാകട്ടെ. സമസ്ത മേഖലകളിലേക്കും യേശു തന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അയക്കുകയാണ്. യേശുവേ, നീ എന്റെ ജീവിതത്തിലേക്കും കടന്നു വരണമേ. നിന്റെ ഉത്ഥാനത്തിന്റെ ശക്തി കൊണ്ട് എന്നെ നിറയ്ക്കണമേ. യേശുവേ എൻ ദൈവമേ, നമുക്കും വിളിക്കാം ദൈവമക്കളെ. യേശുവേ ജായിറോസിന്റെ വീട്ടിലേക്ക് വന്ന ഈശോ നാഥനേ, ഇപ്പോൾ ദൂരെ ആയിരിക്കുന്ന നമ്മുടെ ഭവനങ്ങളില്, യേശുവേ അകലെ ആയിരിക്കുന്ന മകളുടെ വീട്ടിൽ, ദൈവമേ, അമേരിക്കയിലായിരിക്കുന്ന മകന്റെ വീട്ടിൽ, നോർത്ത് ഇന്ത്യയിലായിരിക്കുന്ന മകന്റെ വീട്ടിൽ, ആഫ്രിക്കയിലായിരിക്കുന്ന മകളുടെ വീട്ടിൽ, യൂറോപ്പിലായിരിക്കുന്ന മക്കളുടെ വീട്ടിൽ, എവിടെയാണെങ്കിലും യേശു വരികയാണ്. ദൈവമായിട്ട് വരികയാണ്. അവിടുന്ന് രക്ഷകനായി വരികയാണ്, നാഥനായി വരികയാണ്, മഹത്വത്തോടെ വരികയാണ്. ഓ ഗ്ലോറി, ഗ്ലോറി. തോമായ പോലെ നമുക്ക് വിളിക്കാം. തോമാ സ്ലീഹായുടെ മക്കളെ എല്ലാവരും യേശുവിനെ വിളിക്കട്ടെ. യേശുവേ, യേശുവേ എൻ ദൈവമേ, യേശുവേ എൻ നാഥനേ, ആവർത്തിച്ച് യേശുവേ, യേശുവേ വീണ്ടും യേശുവേ, എൻ ദൈവമേ, എന്റെ പൊന്നേശുവേ. യേശുവേ ലോകം മുഴുവൻ എല്ലാവരും യേശുവിനെ വിളിക്കട്ടെ. കർത്താവിന്റെ നാമം വിളിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. റോമാ 10:13. ഓ റോമാ 10:13. കർത്താവിന്റെ നാമം വിളിക്കുന്നവർ രക്ഷ പ്രാപിക്കും. റോമാ 10:12. കർത്താവിന്റെ നാമം വിളിക്കുന്നവരുടെ മേൽ തന്റെ സമ്പത്ത് വർഷിക്കുന്നു. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ദൈവമേ, യേശുവേ എൻ നാഥനേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭയുടെ പാരമ്പര്യം ഇപ്രകാരം പറയുന്നു. ജായിറോസ് രക്ഷകനെ തിരിച്ചറിഞ്ഞു. മകളെ ഉയർപ്പിച്ച യേശുവിനെ ജായിറോസ് മറന്നു കളഞ്ഞില്ല. യേശുവിന്റെ കുരിശുമരണം കഴിഞ്ഞ്, ഉത്ഥാനം കഴിഞ്ഞ്, സ്വർഗാരോഹണം കഴിഞ്ഞ് പെന്തക്കോസ്ത നാളിൽ മർക്കോസിന്റെ മാളിക മുറിയിൽ 120 പേർ ഇരുന്ന കൂട്ടത്തിൽ ജായിറോസും ഭാര്യയും ഉയർത്തെഴുന്നേറ്റ മകളും ഉണ്ടായിരുന്നു എന്ന് സഭയുടെ പാരമ്പര്യം പറയുന്നു. അവർ നാഥനെ മറന്നു കളഞ്ഞില്ല. അവർക്ക് അനുഗ്രഹം കൊടുത്ത കർത്താവിനെ അവർ തള്ളിക്കളഞ്ഞില്ല. അവർ യേശുവിന് ജീവിതം കൊടുത്ത് യേശുവിന്റെ ശിഷ്യരായി മാറി, യേശുവിനെ അനുഗമിക്കാൻ തീരുമാനിച്ചു. ജീവിതത്തിൽ എത്രയോ നന്മകൾ കർത്താവ് തന്നിട്ടുണ്ട്. അത് കിട്ടുമ്പോൾ ഒരു പ്രൈസ്തലോട് പറഞ്ഞതിന് ശേഷം അവിടുത്തെ നമ്മൾ എത്രയോ തവണ മറന്നു കളഞ്ഞിരിക്കുന്നു. അവിടുത്തെ നമ്മൾ വേദനിപ്പിച്ചിരിക്കുന്നു. ഹെബ്രായർ 6:6 യേശു ക്രിസ്തുവിനെ അറിഞ്ഞവർ വീണ്ടും വീണ്ടും പാപം ചെയ്യുമ്പോൾ യേശുവിനെ കുരിശിൽ തറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈശോയെ അറിഞ്ഞ നമ്മൾ എത്രയോ തവണ കുരിശിൽ തറച്ചിരിക്കുന്നു. ഈശോയെ മാപ്പ് ചോദിക്കാൻ, നാഥ, നന്മകൾ കിട്ടുമ്പോൾ തുള്ളിച്ചാടിയിട്ട് 2 ദിവസം കഴിയുമ്പോൾ മറന്നുപോയ പാപിയാണ് ഞാൻ. എനിക്ക് മാപ്പ് തരണേ. ജായിറോസിനെ പോലെ ഒരു സമർപ്പണം ഞാൻ നടത്തട്ടെ. പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കാൻ ഒരു സമർപ്പണം ഞാൻ നടത്തുന്നു. ഇനി ഒരു നാളും നിന്നെ വിട്ട് പിരികയില്ല എന്ന് ഞാൻ തീരുമാനിക്കുന്നു. പാപത്തെയും പാപ വഴികളെയും ഞാൻ വിട്ടുപേക്ഷിക്കുന്നു. സാത്താനെയും അവന്റെ മോഹങ്ങളെയും അവന്റെ തന്ത്രങ്ങളെയും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു.
യേശുവേ നിന്റെ കുരിശിൽ കെട്ടിപ്പിടിച്ചു കിടക്കുന്നു. പരിശുദ്ധ മറിയത്തോട് ചേർന്ന് നിൽക്കുന്നു, സഭയോട് ചേർന്ന് നിൽക്കുന്നു, സ്വർഗവാസികളോട് ചേർന്ന് നിൽക്കുന്നു. എന്റെ വഴി ഞാൻ മാറി ചവിട്ടുന്നു. ഇന്നലെ വരെ വന്ന വഴിയല്ല എനിക്ക്. ഈ ആരാധനയിൽ ഞാൻ എന്റെ നാഥനെ കണ്ടു. ഈ ആരാധനയിൽ വഴിയും സത്യവും എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഈ ആരാധനയിൽ എന്നിലേക്ക് ജീവൻ കടന്നു വന്നു. ഈ ആരാധനയിൽ എന്നിലേക്ക് പുനരുത്ഥാന ശക്തി കടന്നു വന്നു. കല്ലറയെ തകർത്ത ശക്തി, മരണത്തെ ജയിച്ച ശക്തി ഞാൻ അനുഭവിച്ചറിയുന്നു ആരാധനയിൽ. പരിശുദ്ധാത്മാവേ, ഉച്ചി മുതൽ ഉള്ളം കാൽ വരെ അഭിഷേകം കൊണ്ട് എന്നെ ജ്വലിപ്പിക്കണമേ. എന്റെ ഉള്ളും പുറവും തീപിടിക്കട്ടെ, എന്റെ ജീനുകളും ക്രോമസോമുകളും തീപിടിക്കട്ടെ. എന്റെ ഹൃദയവും മനസ്സും ആത്മാവും അഗ്നി കത്തി പടരട്ടെ. ശരീരത്തിലും മനസ്സിലും ആത്മാവിലും സ്വർഗത്തിന്റെ തീ വന്ന് നിറയട്ടെ. സ്വർഗത്തിന്റെ അഗ്നി വന്ന് എന്നെ മൂടട്ടെ. സ്വർഗത്തിന്റെ അഗ്നി അഭിഷേകം എനിക്ക് തരണേ പരിശുദ്ധാത്മാവേ. പാപത്തിൽ ജീവിച്ച അനേക നാളുകൾക്ക് വിട പറഞ്ഞുകൊണ്ട് വിശുദ്ധിയുടെ ജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. ശക്തിയില്ലാത്ത ബലഹീനനായ എന്നെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. യേശുവേ നാഥ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനും എന്റെ സർവസ്വവും മുൻപിലടച്ച് കുമ്പിടുന്നു. ഒരു പുതിയ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ഹൃദയം തുറന്ന് ജീവിതത്തെ ഈശോയ്ക്ക് സമർപ്പിക്കാം, വിശുദ്ധിക്കായി കൊതിക്കാം. യേശുവേ നാഥ, പുതിയ ജീവിതത്തിനായി ആഗ്രഹിച്ചു. പഴയതെല്ലാം കടന്നു പോകട്ടെ. ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റുന്ന യേശുവേ, യേശുവേ അങ്ങേ ധരിക്കുന്നു ഞാൻ. അർത്ഥം മനസ്സിലാക്കി പാടുന്നു, അർത്ഥം മനസ്സിലാക്കി പാടുന്നു. ഓ സർവസ്വം, സർവസ്വം. ഈശോ ആ സമർപ്പണം സ്വീകരിക്കുക. ബാലന്റെ 5 അപ്പവും 2 മീനും ഏറ്റെടുത്തവൻ നമ്മുടെ ഈ കൊച്ചു സമർപ്പണത്തെ ഈ രാത്രി ആരാധനയിൽ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. മാറോട് ചേർത്ത് പിടിക്കുന്നു. മകനെ, മകളെ, ഉമ്മ തരുന്നു നിന്റെ നെറ്റിയിൽ. മകനെ, മകളെ, ജീവനും എന്റെ സർവസ്വവും. ദുഃഖങ്ങളും വേദനകളും ജീവിതവും കുടുംബവും യോഹന്നാൻ 11:40 യേശു പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം ദർശിക്കും. ജെറമിയ 32:27 അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ സകല മനുഷ്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ലൂക്കാ 1:37 ദൈവത്തിന് യാതൊന്നും അസാധ്യമായിട്ട് ഇല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെയും ദൈവത്തെയും തമ്മിൽ അകറ്റുന്നത് പാപം മാത്രമാണ്. പാപത്തെ നമുക്ക് വേണ്ട. സാത്താനെ സന്തോഷിപ്പിക്കുന്ന പാപം, യേശുവിനെ വേദനിപ്പിക്കുന്ന പാപം, അത് നമുക്ക് ഉപേക്ഷിച്ച് സാത്താന്റെ മക്കളായി ജീവിച്ച നാളുകളോട് വിട പറഞ്ഞ് ദൈവത്തിന്റെ പൊന്നും മകനുമകളും ആയി തീരുന്ന ഈ ആരാധനയിൽ സ്വർഗം സന്തോഷിക്കുകയാണ്. യേശുവേ, വർഷങ്ങൾ ഞാൻ പാഴാക്കി കളഞ്ഞു. ഈ ലോക ജീവിതത്തിന് വേണ്ടി പണത്തെ മാത്രം ദൈവമായി കരുതി ആരാധിച്ചു. ഉറക്കത്തിൽ ഉണരുമ്പോഴെല്ലാം പണമാണ്. പലപ്പോഴും രാത്രി 2 മണിക്ക് ഉറക്കം പോകുമ്പോൾ ബാങ്കിലെ പണത്തെ പറ്റിയ ചിന്ത. എപ്പോഴും മനസ്സ് പണം കീഴടക്കി. യേശുവേ, നീ പണം തന്നപ്പോൾ ഞാൻ നിന്നെ മറന്നു. മാപ്പ് ചോദിക്കുന്നു. ഇതാ ഹൃദയത്തിൽ നിന്നെ കർത്താവും രക്ഷിതാവും നാഥനുമായി ഞാൻ പ്രതിഷ്ഠിക്കുന്നു. യേശുവേ, നീ എൻ്റെ രാജാവാണ്, നീ എൻ്റെ കർത്താവാണ്. ഞാൻ എന്നും നിനക്കായിട്ട് ജീവിക്കും. ഞാൻ എന്നും പ്രാർത്ഥിക്കും. ഞാൻ എന്നും ദൈവവചനം വായിക്കും. ഞാൻ ഞായറാഴ്ചകളിൽ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കും. സാധിക്കുന്ന ദിവസം ഇട ദിവസങ്ങളിലും കുടുംബ പ്രാർത്ഥന മുടക്കത്തില്ല, വ്യക്തിപരമായ പ്രാർത്ഥന മുടക്കത്തില്ല, ജപമാല മുടക്കത്തില്ല. തീരുമാനമെടുക്കുന്നു, എനിക്ക് മാറണം, എനിക്ക് നിന്റെ മകനായി മാറണം. ഇന്ന് വചനത്തിൽ കേട്ടതുപോലെ എനിക്ക് അനുഗ്രഹം പ്രാപിക്കണം. മക്കളുടെ കൂടെ പാർപ്പിക്കാനും ഏറ്റവും ചേതോഹരമായ അവകാശം എനിക്ക് തരാനും ആഗ്രഹിക്കുന്ന പിതാവേ, ആ പിതാവേ, ആ സ്നേഹം ഞാൻ തിരിച്ചറിയുന്നപ്പാ. ഞാൻ മടങ്ങി വരുന്നു, എന്നെ സ്വീകരിച്ചാലും. യേശുവേ നന്ദി, യേശുവേ ആരാധന. വിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, ലോകം മുഴുവൻ കേൾക്കട്ടെ. നാവും പാടിടും,
മാലാഖമാർ കേൾക്കട്ടെ, നരകത്തിലെ പിശാചുകൾ കേൾക്കട്ടെ, സ്വർഗഭൂമി പാതാളങ്ങൾ കേൾക്കട്ടെ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, യേശുവേ, എല്ലാ നാവും പാടിടും, യേശുവേ, യേശു യേശു ഉയർത്തപ്പെടുകയാണ്. മാത്രമെന്ന്. ആരാധന, ആരാധന, ആരാധന. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സന്തോഷത്തോടെ നന്നായിട്ട് കരങ്ങളടിച്ച് സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്, ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല, അത്യുന്നതൻ കരം കൂടെയുണ്ട്. ബോധ്യത്തോടെ പാടാം. സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്, ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല, അത്യുന്നതൻ